അങ്ങനെ ടാസ്ക് എല്ലാം അവസാനിച്ചപ്പം 261 പോയിൻറ്റുമായിട്ട് ആര്യനാണ് ഒന്നാമതെത്തിയത്. അനീഷ് 198 പോയിൻറ്റുമായിട്ട് രണ്ടാമതെത്തി. അനുമോളാണ് എല്ലാവരും ഞെട്ടിപ്പിച്ച അനുമോൾക്ക് 188 പോയിൻറ്റുമായിട്ട് മൂന്നാമതെത്തി എന്നുള്ളതാണ്. വളരെ നിരാശപ്പെടുത്തിയ പ്രകടനം അക്ബറാണ് നടത്തിയത്. 90 പോയിൻറ്റ് മാത്രമേ അക്ബറിന് നേടാൻ പറ്റുള്ളൂ. ബാക്കി 3 പേരും ആര്യനായാലും അനീഷായാലും അനുമോളായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതിൽ എനിക്ക് തോന്നുന്നു അനുമോളുടെ പ്രകടനം വളരെയധികം ബ്രില്യൻ്റ് ആയിരുന്നു. കാരണം ആര്യൻ നന്നായി ഗെയിം കളിക്കുമെന്ന് നമുക്കറിയാമായിരുന്നു. അനീഷും കട്ടയ്ക്ക് നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ അനുമോൾ ആദ്യ ടാസ്കിൽ സാരി എടുത്തുകൊണ്ട് വന്നിട്ട് അനുമോളുടെ പ്രകടനം നമ്മൾ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി. കാരണം അത് നമ്മൾ വിമർശിക്കുകയും ചെയ്തു. പക്ഷെ അതിന് ശേഷം അനുമോളുടെ ഒരു തിരിച്ചുവരവുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യ ആ ടാസ്കിൽ സാരി എടുത്തുകൊണ്ട് വരാതിരുന്നിരുന്നെങ്കിൽ അനുമോൾ അല്പം കൂടെ മുന്നേറാൻ പറ്റിയേനെ എന്ന് തോന്നുന്നു. അവിടുത്തെ മത്സരാർത്ഥികളൊക്കെ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. കാരണം അനുമോൾ ഇത്രയും പോയിൻ്റ് നേടിയോ. പിന്നെ അനുമോളിൻ്റെ അനീഷിൻ്റെ പോയിൻറ്റിനൊരു പ്രത്യേകതയുണ്ട്. അവർ ഒറ്റയ്ക്ക് നേടിയ പോയിൻ്റ് തന്നെയാണ് എന്ന് അവർക്ക് നെഞ്ചി കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും. പക്ഷേ ആര്യന് അത് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അക്ബറിന് ഇത്രയും പോയിൻ്റ് കുറവാണ്, 90 പോയിൻ്റ് നേടാൻ പറ്റുള്ളൂ. അതുപോലെ ആര്യൻ്റെ പല കള്ളത്തരങ്ങളും പിടിക്കപ്പെടുന്നതും നമ്മൾ കണ്ടു. ഏതായാലും ടാസ്ക് അവസാനിച്ചിരിക്കുക.